ഷാർജയുടെ അചഞ്ചലമായ പ്രതിബദ്ധത അത് തന്നെയാണ്. ഷാർജയെ അറിവിന്റെയും സംസ്കാരത്തിന്റെയും ലോക തലസ്ഥാനമാക്കി ഉയർത്തിയ ഹിസ് ഹൈനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മി, ഷാർജ ഭരണാധികാരി, അദ്ദേഹത്തിന് എന്റെ ആദരവും അകമഴിഞ്ഞ നന്ദിയും രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിൽ നിന്നാണ് ഇത്തരമൊരു മഹത്തായ പുസ്തകമേള ജനിച്ചത്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് എന്റെ പുസ്തകവും പിറന്നിരിക്കുന്നത്. ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു പുസ്തകമേളയെക്കുറിച്ച് സമഗ്രമായിട്ട് ഒരു പുസ്തകം രചിക്കപ്പെടുന്നത്. അതായത് എഴുത്തുകാർ മാത്രമല്ല, പ്രസാധകർ മാത്രമല്ല, സംഘാടകർ മാത്രമല്ല, സന്ദർശകർ മാത്രമല്ല, അവിടുത്തെ ചായക്കടക്കാരനെ പോലും അവിടുത്തെ അതിൽ കൂടി ആ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ മാധ്യമ പ്രവർത്തന ജീവിതത്തിനും എഴുത്തു ജീവിതത്തിനും എന്നും കരുത്തായി നിന്ന എന്റെ പ്രിയപ്പെട്ട ബോസ് നിസാർ സെയ്ദ് സാറിനോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ദുബായ് വാർത്തയിലൂടെ എനിക്ക് ലഭിച്ച വിശ്വാസവും പിന്തുണയും ഇല്ലായിരുന്നുവെങ്കിൽ ഈ യാത്ര ഇത്ര ദൂരം എത്തുമായിരുന്നില്ല. ഷാർജ ബുക്ക് അതോറിറ്റിയിലെ ശ്രീ മോഹൻകുമാർ സാറിനോടും എന്റെ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹം എനിക്ക് തന്ന സ്നേഹവും പിന്തുണയും അത്രയും മഹത്തരമായിരുന്നു. ഒത്തിരി സഹായങ്ങൾ അദ്ദേഹത്തിന്റെ പ്രിയപത്നി ഗീതേച്ചിയും എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ലിബി പബ്ലിക്കേഷൻസ് ഒരു പുതിയ എഴുത്തുകാരനായിട്ടും എന്നിൽ വിശ്വാസം അർപ്പിച്ച് ₹1 പോലും പ്രതിഫലം വാങ്ങാതെ എന്റെ പുസ്തകം പ്രസിദ്ധീകരിച്ച ലിബി പബ്ലിക്കേഷൻസിനും അതിന്റെ അമരക്കാരനായ ലിബി അക്ബർ സാറിനും, ലിബിയിലെ ജെയ്സൽ, സലീം റഹ്മാൻ, CM ചേന്ദമംഗലം, രമേശ് ജീവൻ, സച്ചിൻ ഖാൻ, നിസാർ ഖാ തുടങ്ങി ലിബി കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളോടും ഞാൻ ജീവിതകാലം മുഴുവൻ കടപ്പെട്ടിരിക്കുന്നു. പുസ്തകം എഴുതുമ്പോൾ ഒത്തിരി വിവരങ്ങൾ തന്ന് എന്നെ സഹായിച്ച നവോത്ഥാനം മാഗസിന്റെ അബ്ദുൽ ശിവപുരം, ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ മുൻ പ്രസിഡന്റ് EP ജോൺസൺ സർ തുടങ്ങിയവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ യാത്രയിൽ അത്യന്തം ഹൃദയസ്പർശിയായ ഒരു അനുഭവം കൂടി പങ്കുവെക്കാതെ വയ്യ. എന്റെ പുസ്തകത്തിനെയും ഞാനൊരു എഴുത്തുകാരനായ വിവരവും ആദ്യമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞത് പ്രമുഖ എഴുത്തുകാരനായ ശ്രീ അടൂർ അയ്യപ്പനായിരുന്നു. പുസ്തകത്തിന്റെ കവർ പേജ് അദ്ദേഹം പങ്കുവച്ച നിമിഷം തന്നെ എന്റെ കൃതിക്ക് ആദ്യ പ്രകാശം ലഭിച്ചു. അത് വായനക്കാരിലേക്കുള്ള യാത്രയുടെ തുടക്കമായിരുന്നു. അതുപോലെ തന്നെ ഐഷ ഷിങ്കാർ ഇന്റർനാഷണൽ ഗ്രാൻഡ് ജ്വല്ലറിയുടെ ശ്രീ മുഹമ്മദ് ഹുസൈൻ കെയുടെ സ്നേഹപൂർണ്ണമായ പിന്തുണയും ഞാൻ പ്രത്യേകം ഓർക്കുന്നു. ലിബി സ്റ്റോറിൽ പുസ്തകം വായനക്കാരിലേക്ക് എത്തിക്കുന്നതിൽ നിന്നും തുടങ്ങി അനേകം ചെറിയ വലിയതുമായ കാര്യങ്ങളിൽ അദ്ദേഹം